Bonjour Paris, it's our third day in Paris. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് JS. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ പോർട്ട് വേഴ്സയിൽ വന്നിട്ടുണ്ട്, വീണ്ടും മെട്രോ പിടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ? യെസ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ ഏതാന്ന് വെച്ചാൽ ഈഫിൾ ടവർ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഈഫിൾ ടവർ ആണ് കവർ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തന്നെ ക്ലൈമറ്റ് വലിയ രീതിയിൽ നമ്മളിന്ന് ചതിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെയാണ് ഇന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് നാവിഗോ ഈസി വഴി എങ്ങനെയാണ് ടിക്കറ്റ് റീചാർജ് ചെയ്യുന്നത് കണ്ടാലോ. അപ്പോൾ ഇതാണ് ആ ഒരു ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ടിക്കറ്റ്സിനും ഓരോ ചാർജാണ്. ഒരു ടിക്കറ്റിന് ചാർജ് വരുന്നത് 2.50 യൂറോ ആണ്. അപ്പോൾ കാർഡൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റെസിപ്റ്റ് ഒക്കെ എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കയറി മെട്രോ ഒക്കെ പിടിക്കാനായിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇന്ന് വെച്ച് നമുക്ക് ഇന്ന് ഈഫിൾ ടവർ കാണാതായിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. കാരണം ഇന്നും കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് പാരീസ് കവർ ചെയ്യാനായിട്ടുള്ളത്. നാളെ ഉച്ചയാകുമ്പോഴാണ് നമ്മുടെ ഫ്ലിക്സ് ബസ് തിരിച്ച് UK പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മാക്സിമം ഡെസ്റ്റിനേഷൻസ് നമുക്ക് കവർ ചെയ്യണം. കാര്യമായി വലിയൊന്നുമില്ല, ഈഫിൾ ടവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഷോപ്പിംഗ് മോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ പോയത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ഈഫിൾ ടവറിൻ്റെ അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി. പണ്ടൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന ടൈമിൽ ഈ ഒരു പിക്ചർ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടപ്പം ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് വരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പതാ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വരെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ഗൈസ്, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോലും മഴയത്ത് ഈഫിൾ ടവർ കാണണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഈഫിൾ ടവർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ചള്ളേക്കൂടെ നടക്കാനും വയ്യാത്ത അവസ്ഥ, എൻ്റെ അതിലും വൃത്തിയിട്ട അവസ്ഥ. വൈറ്റ് ഷൂ ഞാൻ ഇട്ടോണ്ട് വന്നേക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ വഹിച്ചിട്ട് നന്നേരമൊക്കെ എനിക്ക് പണിയാ. നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. കൈയൊക്കെ അങ്ങ് മരവിച്ചിരിക്കുക, ഫോൺ പോലും പിടിക്കാൻ പറ്റും. മുന്നേ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കാരണം അതുപോലെ മഴയാണ്, പ്ലസ് നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള യോഗം മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് നമുക്ക് എന്തായാലും 2-3 ഫോട്ടോസ് എടുക്കാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. നമ്മൾ ഈഫിൾ ടവറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട് പറ്റത്തില്ല, കാരണം എൻട്രി ഫീ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മുകളിൽ വരെ കയറാനായിട്ട് പറ്റുമേ. സ്റ്റെയർസും ഉണ്ട്, പ്ലസ് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് രണ്ട് ഫീസാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കയറുന്നില്ല. ഞങ്ങൾ പുറത്ത് നിന്ന് ആവശ്യത്തിന് 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഈഫിൾ ടവർ കണ്ടെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ അങ്ങോട്ടെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവാന്നുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. കാരണം മഴ നല്ല രീതിയിൽ കൂടുന്നുണ്ട്, കുറയുന്നൊന്നുമില്ല. നല്ല രീതിയിൽ മഴയാണ്, പ്ലസ് നല്ല രീതിയിൽ തണുപ്പ് കൊണ്ട് എൻ്റെ കൈയൊക്കെ മരവിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് ഫോൺ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിനിടയിലൊക്കെ ഇങ്ങനെ കുടയൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് വന്നിങ്ങനെ ശല്യപ്പെടുത്താറുണ്ട്, കുട വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഈ സ്ഥലത്തിലോട്ടങ്ങ് വിട പറയുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തിലോട്ട് പോകട്ടോ. മഴയൊക്കെ അങ്ങേയറ്റം നനഞ്ഞിട്ട് ഈ ഹോട്ടലിൽ തിരിച്ച് പോയാലോന്ന് വരെ ഞങ്ങൾ ആലോചിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർത്ത് എന്തായാലും പാരീസ് വരെ വന്നതാ, എന്നാൽ കുറച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹോട്ടലിൽ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഒരു ഷോപ്പിംഗ് സെൻറ്ററിലോട്ടാണ്. അത് ജസ്റ്റ് ഞങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കി ഇവിടുന്ന് അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്റർ ഏതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മെട്രോ പിടിച്ച് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാവൽ ഐറ്റിനറിക്കകത്ത് ഈ ഒരു ഷോപ്പിംഗ് മോൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ ആ മഴയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഷോപ്പിംഗ് മോൾ എന്നുള്ള കാര്യം തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ പോകുന്നത് വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളിലോട്ടാണ്. കാര്യമായി ഒന്നും മേടിക്കത്തൊന്നുമില്ലെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം. പിന്നെ ജസ്റ്റ് ചുമ്മാ ഒരു ഷോപ്പിംഗ് മോളിലൊക്കെ ഒന്ന് കയറി ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ പൗണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങളവിടെ കയറിയത്. പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ആകെ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നി H&M ഒരു 2-3
പൗണ്ടൊക്കെ വെച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാണ്ട് ബാക്കി കടകളിലെല്ലാം സെയിം റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മിനീസും ഉണ്ടായിരുന്നു, സെഫോറ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു യോഗേർട്ടിൻ്റെ ഏതാണ്ടൊരു കുഞ്ഞൊരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു ബബിൾ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അടിപൊളി ബബിൾ ടീ ആയിരുന്നു. അതിൻ്റെ ഫ്ലേവർ പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അത്. അങ്ങനെ ഇവിടെ കുറേ കടകളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റാണ് അതാ ഈ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഫ്ലോറിലാണെന്നുള്ളത്. പല പല ഫ്ലോറിലായിട്ടാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴിയൊക്കെ തെറ്റിയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ആ സെയിം സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബബിൾ ടീ. ഇത് നല്ല അടിപൊളി ബബിൾ ടീ ആയിരുന്നു. പിന്നെ സെഫോറ ഉണ്ടപ്പോൾ ഞാൻ ഓർത്ത് സെഫോറയിലൊന്ന് കയറി നോക്കാമെന്നുള്ളത്. പക്ഷെ ഒടുക്കത്തെ വില കാരണം ഞാൻ കയറി ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്തു. കാര്യം അങ്ങനെ നിന്നൊന്നുമില്ല. പിന്നെ മിനിസോൽ കയറി. മിനിസോൽ എനിക്ക് കാര്യം അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവിടെ നിന്നും പിന്നെ ഇറങ്ങി. പിന്നെ ആ ഒരു മോളിൽ തന്നെ നമുക്ക് മെട്രോയുടെ ഒരു സ്റ്റേഷനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്ത് മെട്രോ പിടിച്ചിട്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്നുള്ള രീതിയിലാണ്. പിന്നെ ഞങ്ങൾ ഓർത്തു എന്തായാലും 15 മിനിറ്റ് മാത്രമേ വാക്കിംഗ് ഡിസ്റ്റൻസ് കാണിക്കുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് വാക്ക് ചെയ്ത് പോകാമെന്നുള്ളത്. വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മോളിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഷട്ടലേ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ്. അതാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ മെട്രോ പിടിച്ചിട്ട് നമ്മുടെ സ്ഥലത്തിലോട്ട് എത്തി. ആദ്യം നമ്മളൊരു കുഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ കയറാമെന്ന് വെച്ചു. അവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞ് സ്നാക്സോ എല്ലാം മേടിക്കാമെന്ന് വെച്ചു. അവിടെ ഞാൻ വന്നപ്പോഴാണ് എല്ലാ വെജിറ്റബിൾസിൻ്റെ സൈസ് കുറച്ച് വലുതാണ് കേട്ടോ. അതിന് ഇവിടുത്തെ ഒരു രീതിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കണ്ടത്. എന്നിട്ട് പിന്നെ നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോകുമെന്ന് വെച്ചു. കാരണം ഇന്ന് വൈകിട്ട് അച്ഛൻ്റെ വക ഒരു ഡേറ്റ് നൈറ്റ് ഒക്കെ ഉണ്ട്. അച്ഛൻ തന്നെയാണ് തലേദിവസം ഡേറ്റ് നൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അന്നാണ് പറയുന്നത് നമുക്ക് ഇന്നൊരു ഡേറ്റ് നൈറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന എക്ലോ ഹോട്ടലിൻ്റെ 9th ഫ്ലോറിൽ ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തോ അച്ഛൻ ഓർഡർ ചെയ്തൊന്നും എനിക്ക് കാര്യം അറിയത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ഡേറ്റ് നൈറ്റിൻ്റെ കറക്റ്റ് സ്പോട്ട് തന്നെയായിരുന്നു അത്. ഈ ഫ്രഞ്ച് കിസ് റെസ്റ്റോറൻറ്റ് ടെറസിലാണെങ്കിലും പുറത്തുനിന്ന് കാണുമ്പം ആ ഒരു ആംബിയൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ്. ഒരുമാതിരി DJ പാർട്ടിയുടെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സ്റ്റേക്ക് ആയിരുന്നു. പിന്നെ കൂട്ടത്തിലൊരു ബ്രെഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രെഡ് ഞങ്ങൾ കഴിച്ചില്ല, കാരണം ഞങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പൊട്ടറ്റോ ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് അതും കഴിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേക്കൊക്കെ മുറിച്ചു. ഇനിയിപ്പം നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ് സൈനിങ് ഓഫ്.